പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനികമായ പോരാട്ടങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അതിശക്തമായ ഒരു ഡിജിറ്റൽ വിവരയുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടിയൊഴുക്കുകൾ പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും വിജയമായിരുന്നോ എന്ന് വരുത്തി തീർക്കാൻ ഇരുപക്ഷവും കടുത്ത ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് കെനിയയിലെ ഇറാന്റെ എംബസി ഔദ്യോഗികമായി പുറത്തുവിട്ട ചില വിവരങ്ങളും ചിത്രങ്ങളും ആഗോള പ്രതിരോധ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. തങ്ങളുടെ മിസൈലുകളെല്ലാം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന വാഷിംഗ്ടണിന്റെ വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്ന തെളിവുകളാണ് ഇറാൻ ഇപ്പോൾ പൊതുസമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ തങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ പൂർണ്ണമായും തടഞ്ഞു എന്നായിരുന്നു അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആദ്യം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വാദങ്ങൾ വെറും നുണപ്രചാരണങ്ങൾ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചിത്രങ്ങളാണ് ഇറാന്റെ നയതന്ത്ര കാര്യാലയം പുറത്തുവിട്ടത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് മുൻപും അതിനുശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് ഇറാൻ ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ കള്ളത്തരങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു എന്ന അവകാശവാദത്തോടെയാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കപ്പെടുന്നത്. വാഷിംഗ്ടണിന്റെ പൊള്ളയായ അവകാശവാദങ്ങളെ പരിഹസിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലുള്ള ഒരു സന്ദേശവും ഇതോടൊപ്പം ഇറാൻ ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. ആൺകുട്ടികളെ, നിങ്ങൾ നുണ പറയുന്നത് തുടരുക. ഇവിടെ തകർന്നടിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മിസൈലുകളല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസ്യത മാത്രമാണ് എന്നായിരുന്നു അമേരിക്കൻ ഭരണകൂടത്തെയും സൈന്യത്തെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ പരിഹാസം. നയതന്ത്ര തലത്തിൽ ഒരു വിദേശ എംബസി ഇത്രത്തോളം അക്രമോത്സുകമായ ഭാഷ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അത്യപൂർവമായ കാര്യമാണ്. ഇറാൻ ലക്ഷ്യം വെച്ചതായി പറയുന്ന സൈനിക താവളങ്ങൾ പരിശോധിച്ചാൽ അവ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുവൈറ്റിലെ അലി അൽ സലീം എയർബേസ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മേഖലയിലെ അമേരിക്കൻ വ്യോമസേനയുടെ പകുതിയോളം നീക്കങ്ങളും നിയന്ത്രിക്കുന്നത് ഈ താവളത്തിൽ നിന്നാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന അത്യാധുനിക AESA-1000 എർലി വാർണിംഗ് റഡാർ സംവിധാനം ഇറാന്റെ മിസൈലുകൾ കൃത്യമായി തകർത്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വളരെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന അതിശക്തമായ ഒരു റഡാർ കവചമാണ് AESA-1000. ഇറാന്റെ അതിർത്തിക്കുള്ളിൽ നിന്നുയരുന്ന ഏതൊരു ചെറിയ ചലനവും നിരീക്ഷിക്കാൻ കുവൈറ്റിലെ ഈ അമേരിക്കൻ കേന്ദ്രത്തിന് സാധിക്കുമായിരുന്നു. ഈ റഡാർ സംവിധാനം തകർന്നതോടെ കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങളുടെ നിരീക്ഷണ ശേഷിക്ക് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. തങ്ങളെ നിരീക്ഷിക്കുന്ന കണ്ണ് തന്നെ ആദ്യം കുത്തിപ്പൊട്ടിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ വിജയകരമായി പയറ്റിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ ബഹ്റൈനിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയും ശക്തമായ ആക്രമണമാണ് നടന്നതെന്നാണ് ഇറാന്റെ തെളിവുകൾ വ്യക്തമാക്കുന്നത്. ബഹ്റൈനിൽ സ്ഥാപിച്ചിരുന്ന US സൈന്യത്തിന്റെ വിശ്വസ്ത പ്രതിരോധ സംവിധാനമായ TPS-59 റഡാറാണ് ഇറാന്റെ മിസൈലുകൾ തകർത്തത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും ഒരേ സമയം നിരീക്ഷിക്കാനും അവയുടെ പാത കൃത്യമായി കണക്കുകൂട്ടാനും ശേഷിയുള്ള റഡാറാണിത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് സുരക്ഷയൊരുക്കുന്നതിൽ ഈ റഡാർ വലിയ പങ്ക് വഹിച്ചിരുന്നു. TPS-59 റഡാർ തകർന്നതോടെ ബഹ്റൈനിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ കൂടുതൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ കപ്പലുകളെയും സൈനികരെയും സംരക്ഷിക്കാൻ ഈ റഡാറുകളുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രധാന റഡാർ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു എന്ന വാർത്ത പെന്റഗണിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വ്യോമ പ്രതിരോധത്തിന്റെ ആദ്യഘട്ടമായ ഏർലി വാർണിംഗ് സംവിധാനങ്ങൾ തകരുമ്പോൾ അത് തുടർന്നുള്ള എല്ലാ സൈനിക നീക്കങ്ങളെയും ദോഷകരമായി ബാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ് ഈ സംഭവം നൽകുന്നത്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടയാൻ തങ്ങൾക്ക് പൂർണ്ണ ശേഷിയുണ്ടെന്നും ട്രംപ് നിരന്തരം അവകാശപ്പെടാറുണ്ട്. എന്നാൽ ഇറാന്റെ മിസൈലുകൾ ഈ കവചങ്ങളെല്ലാം ഭേദിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചു എന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്നു. ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടതിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് കേവലം ഒരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് ഒരു വലിയ മനഃശാസ്ത്രപരമായ മേൽക്കോയ്മ കൂടിയാണ്. തങ്ങളുടെ സൈനിക ശേഷിയെ കുറച്ചു കാണുന്ന അമേരിക്കൻ ജനതയ്ക്കും ആഗോള സമൂഹത്തിനു മുന്നിൽ യഥാർത്ഥ വസ്തുതകൾ എത്തിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം.
ഉപരോധങ്ങൾ കൊണ്ട് തങ്ങളെ തളർത്താൻ നോക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ സ്വന്തം താവളങ്ങളിൽ വെച്ച് തന്നെ മറുപടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്കും ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ ഭയക്കുന്ന പല രാജ്യങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും ഇറാന്റെ ഈ നീക്കം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അമേരിക്ക വിചാരിച്ചാൽ പോലും തങ്ങളുടെ മിസൈലുകളെ തടയാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇറാൻ വിജയകരമായി വിപണനം ചെയ്യുന്നുണ്ട്. സാങ്കേതിക വിദ്യയിൽ തങ്ങൾ ഏറെ മുന്നിലാണെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇറാൻ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. ഇത് ആഗോള ആയുധ വിപണിയിലും അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര പ്രതിനിധികൾ ഇത്തരം യുദ്ധവിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ്. കെനിയയിലെ ഇറാന്റെ എംബസി ഇതിനായി തിരഞ്ഞെടുത്തത് ആഫ്രിക്കൻ മേഖലയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും അമേരിക്കൻ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്താൻ സഹായിക്കും. നവമാധ്യമങ്ങളിലൂടെ ഇത്തരം തെളിവുകൾ അതിവേഗം പ്രചരിക്കുമ്പോൾ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെ അമേരിക്ക നടത്തുന്ന നുണപ്രചാരങ്ങളുടെ മൂർച്ച കുറയുന്നു. ഡിജിറ്റൽ യുഗത്തിൽ യുദ്ധക്കളത്തിലെ വിജയത്തെക്കാൾ പ്രധാനം വിവരങ്ങളുടെ യുദ്ധത്തിലെ വിജയമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. പെന്റഗൺ ഈ വാർത്തകളോട് വളരെ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത്. നാശനഷ്ടങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാൻ അവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. സൈനിക താവളങ്ങൾക്ക് നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്ന പതിവ് ന്യായീകരണങ്ങളാണ് അമേരിക്കൻ വക്താക്കൾ നൽകുന്നത്. എന്നാൽ ഇറാൻ പുറത്തുവിട്ട വ്യക്തമായ ചിത്രങ്ങൾക്ക് മുന്നിൽ ഈ ന്യായീകരണങ്ങൾ അധികകാലം നിലനിൽക്കില്ലെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം സൈനികരുടെ ആത്മവിശ്വാസം തകരാതിരിക്കാനാണ് അമേരിക്ക ഈ വിവരങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്. ഈ ആക്രമണങ്ങളിലൂടെ ഇറാൻ തങ്ങളുടെ മിസൈലുകളുടെ കൃത്യതയും വേഗതയും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ റഡാറുകളെ പോലും കബളിപ്പിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഇറാന്റെ പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇറാന്റെ സൈബർ വിന്യാസവും മിസൈൽ സാങ്കേതിക വിദ്യയും അമേരിക്ക കരുതിയതിനേക്കാൾ വളരെ മുന്നിലാണ്. ഇത് വരും നാളുകളിൽ മേഖലയിൽ നടക്കാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ സൂചന കൂടിയാണ്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഭരണകൂടങ്ങൾക്കും ഈ സംഭവം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമല്ലെന്ന് വരുന്നത് ഈ രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും ബാധിക്കുന്ന കാര്യമാണ്. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ അതിർത്തി കടന്ന് അമേരിക്കൻ താവളങ്ങളെ തകർക്കുമ്പോൾ ഭാവിയിൽ തങ്ങളും ഈ യുദ്ധത്തിന്റെ ഭാഗമാകേണ്ടി വരുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് തങ്ങളുടെ രാജ്യത്ത് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിൽ ഇവർ പുനർവിചിന്തനം നടത്താൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങളിൽ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കനത്ത ചർച്ചകളാണ് നടക്കുന്നത്. ഇത്രയും വലിയ താവളങ്ങളിലെ റഡാർ സംവിധാനങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യം പെന്റഗൺ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇറാന്റെ മിസൈലുകളുടെ സാങ്കേതിക വിദ്യയെ പ്രതിരോധിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന തിരിച്ചറിവ് അമേരിക്കയെ തങ്ങളുടെ വ്യോമ പ്രതിരോധ തന്ത്രങ്ങൾ പൂർണ്ണമായി മാറ്റിയെഴുതാൻ പ്രേരിപ്പിക്കും. യുദ്ധരംഗത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കനക്കാനാണ് സാധ്യത. അമേരിക്ക തങ്ങളുടെ തകർന്ന റഡാറുകൾക്ക് പകരമായി പുതിയ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനു മുൻപ് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ കയ്യിൽ ഇനിയും ശക്തമായ ആയുധങ്ങളും തെളിവുകളും ഉണ്ടെന്നാണ് ഇറാൻ നൽകുന്ന സൂചന. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള ഈ പോരാട്ടം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കൻ ജനതയ്ക്കിടയിൽ പോലും തങ്ങളുടെ സൈന്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ഗവൺമെന്റിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരാൻ ഈ സംഭവം കാരണമായിട്ടുണ്ട്. മിസൈലുകൾ പൂർണ്ണമായും തടഞ്ഞു എന്ന നുണ വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് യഥാർത്ഥ ചിത്രങ്ങൾ എത്തുമ്പോൾ അത് ഭരണകൂടത്തിനെതിരെയുള്ള ജനവികാരമായി മാറാം. പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം അതിർത്തികളിലോ യുദ്ധക്കപ്പലുകളിലോ മാത്രം ഒതുങ്ങുന്നില്ല. അത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മൊബൈൽ സ്ക്രീനുകളിലേക്ക് നേരിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെയും അവരുടെ നയതന്ത്ര വിശ്വാസ്യതയെയും ഒരേ സമയം തകർക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം. വരും നാളുകളിൽ ഈ വിവരയുദ്ധം കൂടുതൽ നാടകീയമായ തലങ്ങളിലേക്ക് നീങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല.